എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നും രാവിലെ തന്നെ പുതിയ അംഗത്തിനുള്ള പുറപ്പാടായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് നേരെ വന്ന് തുറന്നത് ഫ്രിഡ്ജാണ് കേട്ടോ. തലേ ദിവസം തന്നെ ബീൻസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് പുറത്ത് വെച്ച് ഒരു കവർ പാലും ഉണ്ടായിരുന്നു, അതും എടുത്ത് തണുപ്പ് മാറാൻ വെച്ചു കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ ഞാൻ ചോറ് എല്ലാവർക്കും കൂടിയുള്ള ചോറ് റൈസ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മഴയല്ലേ, അപ്പം തണുപ്പായതുകൊണ്ടിട്ട് അടുപ്പ് കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ ഇടയായിട്ട് ഈ വെക്കേഷൻ വന്നേ പിന്നെ ഞാൻ പാൽ ചായയുടെ ഒരു അഡിക്റ്റായി മാറി കേട്ടോ. എൻ്റെ വീഡിയോസിൽ നേരത്തെ കാണുന്നവർക്കറിയാം, ഞാൻ കട്ടൻ കാപ്പിയാണ് കുടിക്കാറ്. കട്ടൻ കാപ്പിയിൽ ശർക്കര ഇട്ടൊക്കെയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് ചേട്ടോ. ഇപ്പം ഞാൻ ഈ പാൽ ചായയൊക്കെ കുടിച്ച് പഞ്ചസാരയൊക്കെ കഴിച്ചിപ്പോൾ ഒരുവിധമൊക്കെ വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന വെച്ചതാണ് നേരത്തെ, ഡയറ്റൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ഞാനൊരു കൺട്രോൾ ഇല്ലാണ്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഈ ആഴ്ച തൊട്ട് പോയി തുടങ്ങണം, റീസ്റ്റാർട്ട് ചെയ്യണം ജിമ്മിൽ പോക്ക്, അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായെങ്കിലും ആവട്ടെ, നമുക്ക് ഒരു ഗ്ലാസ് ചായ ഇപ്പോൾ ഇതൊരു നിർബന്ധമായി മാറി, നിർബന്ധമായിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു കപ്പ് ചായയൊക്കെ എടുത്ത് കുടിച്ച് അപ്പോഴത്തേക്കും നമ്മൾ ചോറൊന്നും കൂടെ തിളപ്പിച്ചിട്ടാണ് ഞാൻ അടച്ചിടാറ്. പിന്നെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ട സ്റ്റൂ ആണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും എളുപ്പമുള്ള പരിപാടി കേട്ടോ. എനിക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ് എനിക്ക് ഈ ഇടിയപ്പം. എല്ലാവർക്കും ഇഷ്ടവുമാണ് ഇടിയപ്പം. അപ്പോൾ ഞാൻ ഇന്ന് ഇടിയപ്പവും മുട്ട സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച് ഇടിയപ്പമൊക്കെ ആക്കി വെച്ച്, പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഒന്നരാടാണ് വെള്ളം വരാറ്, പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെള്ളമുള്ള ദിവസമാണ് ഞാൻ അലക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം പോയി വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ എടുത്തിട്ട് അതൊന്ന് സെറ്റാക്കിയിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇതെല്ലാം എൻ്റെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കും തുണി എടുത്ത് പുറത്ത് വിരിച്ചിടാമല്ലോ. അങ്ങനെ എൻ്റെ മുട്ട സ്റ്റൂവും റെഡിയായി, എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് മോളെ റെഡിയാക്കി. പിന്നെ ഞാൻ ഇനി അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. വെക്കുവാണ്, ചേട്ടനാണ് വാരി കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്